ഇതപ്പോ നമ്മളൊരു ഫാമിലി ടൂറാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ രാവിലെ ആയിട്ടുള്ള നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് എല്ലാവരും ഉണ്ട്, ഫുൾ ഫാമിലി ആയിട്ടാണ്. സാനുണ്ട്, സിഹാനുണ്ട്, മഹയുണ്ട്, എല്ലാവരും ഹായ് പറയും. നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് റോഡ്, നല്ല വെയിലുണ്ട്. കാര്യം തണുപ്പൊക്കെ ആണെങ്കിലും നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്. പുറത്ത് നല്ല ചൂടും നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പുമാണ് ഉള്ളത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തോട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിജനമായ ഒരു പ്ലേസാണ്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഫുള്ള് മരുഭൂമി, അങ്ങനെ അധികം ഷോപ്പിംഗ് മോളുകളോ കടകളോ അങ്ങനെയൊന്നുമില്ല. കുറച്ചങ്ങോട്ട് എത്തിയാൽ ഇത് 2 ആയി മാറിയില്ലേ. ഇത്രയും നേരം നമ്മൾ 1 വേ കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ളത് 2 വേ ആണ്. ശരിക്കും ഇതിൽ തികച്ചും മണലാരണ്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കട്ടൻ ചായ എല്ലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്ക് കട്ടൻ ചായ ഇടയ്ക്ക് കട്ടൻ ചായ എല്ലാം കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് സീസേഴ്സും എല്ലാം ബാക്കിൽ നിന്നെന്തല്ലോ കളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. സീവസ് ഇതാ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സീസാര് സാഡാണ്. ബൈ സിഹാൻ. ഇതാണ് നമ്മുടെ വണ്ടിയിലെ ഹണീബിയാണ്. ഹണീബി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഹണീബി ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. നല്ല വെയിലാണ് ഫ്രണ്ട്സ്. നല്ല മണലാരണ്യങ്ങളിലൂടെ നമ്മളിങ്ങനെ ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. സാധാരണ കൊണ്ട് ലേസ് എല്ലാം പൊട്ടിച്ച് തിന്നു തുടങ്ങി. എക്സൽ ലേസ് എക്സൽ റോട്ടിൽ നിർത്തിയിട്ടാണ്. നമ്മൾ റോട്ടിൽ നിർത്തിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കുന്നത്, വീഡിയോ എല്ലാം എടുക്കുന്നത്. സിഹാൻ ഇതാ ലേസെല്ലാം നിന്നിട്ട് നിങ്ങൾ നടക്കുന്നത്. താങ്ക് യു. മഹ ഇതാ ഗൈസ്, മഹ കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. എല്ലാവരും ഷെയറിങ് ആണ്. നല്ല എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇതാ സിഹാൻ ഇടാൻ പോവുകയാണ്. സിയോസ് ഇടുന്നതാണ്. നിങ്ങളുടെ എവരുടെയും ഫേവറേറ്റ് സിഹാൻ ഏതാ? സിഹാൻ കൂളിംഗ് ഗ്ലാസ് എല്ലാം ഇട്ട് നല്ല സെറ്റ് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ട് അത്ര ദൂരം നിർത്താൻ കിട്ടുവാ.
വണ്ടികളെ പറന്നു ഓറഞ്ച് ഫാമിന്റെ അടുത്തെത്താനായി നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മളിതാ ഫ്രണ്ട്സ് വീണ്ടും പോവുകയാണ്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ ഇസാൻ. ഓക്കെ, പപ്പാന്റെ ഉമ്മാനെ ഫോട്ടോ എടുത്തിരുന്നത് ഇസാനാണ്. അപ്പൊ ഇതാ നമ്മളെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നീ അടക്കടാ. ഒരു സ്ഥലത്താണ്. ഹലോ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഒട്ടകത്തിനെല്ലാം കണ്ടിട്ടുള്ള ഫ്രണ്ട്സ്. മണലാരണ്യങ്ങളിൽ കൂടി ഒട്ടകങ്ങൾ നടന്നു പോകുന്നു. വരി വരിയായി ഒട്ടകങ്ങൾ വരി വരി വരിയായി അങ്ങനെ ഒട്ടകങ്ങൾ വരി വരി വരിയായി. അതൊട്ടകല്ലടാ, കുതിരയാ. ഒരാൾ അതിനെ കൂടെ ഇരുന്നുണ്ട് കുതിര പുറത്ത്. അതാ ഫ്രണ്ട്സ്, ഇവിടെ കുതിരയുണ്ട്. പക്ഷെ അത് ഓടുന്നുണ്ട്. ഞാൻ നമ്മളെ ഒട്ടകത്തിനെ കണ്ടിട്ട് വീണ്ടും ഇതാ ഇവിടുന്ന് യാത്രയാവുകയാണ്. ശരിക്കും ഫ്രണ്ട്സ്, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ആടുജീവിതം തന്നെയാണ് ഓർമ്മ വരുന്നത്. കാരണം ജീവിതത്തിലെ നജീബ് താമസിച്ച മാതാ ഫുള്ള് പാറക്കെട്ടുകൾ കൊണ്ടുള്ള വലിയ മലകളാണ് ഫ്രണ്ട്സ് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കാണുന്നത്. ഭയങ്കര ഡേഞ്ചറസ് പ്ലേസ് പോലെ ഉണ്ട് കണ്ടിട്ട്. അവിടെ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെടും നമ്മള്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭയങ്കര ഇരുവശത്തും കല്ലുകൾ നിറഞ്ഞ് ഒരിറക്കമാണ് ഫ്രണ്ട്സ്. ഇത് ഒരിറക്കത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ത്യാഗങ്ങൾ സഹിച്ചാൽ നമ്മൾ അവിടെ എത്തിച്ചേരുകയുള്ളൂ. നിങ്ങളോട് നമ്മൾ വീഡിയോയിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ തരാൻ പോവുകയാണ്. ഇവിടെ വണ്ടികളൊന്നും അധികം ഇല്ല. വളരെ കൂടുതലും കാണാൻ കഴിയുന്നത് നമുക്ക് പിക്കപ്പുകളാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫൈനലി we are going to Orange Farm. We are revealing, okay? Today we are going to Orange Farm. നമ്മളെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഓറഞ്ച് ഫാമിലേക്കാണ് ഫ്രണ്ട്സ്. ഇവിടുന്ന് നമ്മൾ വലിയൊരു ഇറക്കാണ് ഗൈസ്. നമ്മൾ ആ ഇറക്കത്തിലൂടെയാണ് പതുക്കെ. വേറെ വണ്ടികളൊന്നും കാണുന്നില്ല. പക്ഷെ രണ്ട് സൈഡിലും പട്ടുകൂറ്റൻ മല പോലെ കല്ലുകൾ നിറഞ്ഞ ഒരു വരിയിലൂടെ പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൂടെ പോകുമ്പോൾ നമ്മുടെ ചെവിയിൽ അടയുന്നുണ്ട് ഫ്രണ്ട്സ്. വളരെ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇറക്കത്തിലൂടെയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ കാണുമ്പോൾ അങ്ങനെ അധികം ഇറക്കമൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഇത് വല്ലാത്തൊരു ഇറക്കം തന്നെയാണ്. നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒരു അതിഗംഭീരമായ വിഷ്വൽ ട്രീറ്റ് തന്നെയാണുള്ളത്. റിയാദിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു പ്ലേസാണ്. ഫാമിലിയായിട്ട് സന്ദർശിക്കാൻ, ഫാമിലി കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഒരുപോലെ ഒരു എൻ്റർടൈൻമെൻ്റ് ആവുന്ന ഒരു യാത്ര തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ റിയാദിലുള്ള ആൾക്കാർ എന്തായാലും സന്ദർശിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശം പോലുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ ഹരീഖ് എന്നാണ് ഈ പ്ലേസിൻ്റെ പേര്.
ഫ്ലവേഴ്സ് ആണ് കാണിക്കുന്നത്. എന്താണ് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. എന്താണ് ഫ്രണ്ട്സ്? ബൊഗെയിൻവില്ല. ആരുമില്ലാന്ന് ഓർത്തിട്ടാണ് ഫ്രണ്ട്സ് നമ്മളിവിടെ നല്ല ആൾക്കാരുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ വണ്ടി മസറ. അത് മസറല്ല, ഓറഞ്ച് ഫാം. ഇതാണ് അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. വന്നിട്ടുള്ളത് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണ് ഫ്രണ്ട്സ്. അത് കളിമുൾച്ചെടി എന്ന് പറയും. തൊട്ടാ പറ്റൂല, മുള്ളുണ്ടായിരുന്നു. ഓറഞ്ച് ഫെസ്റ്റിവലിന്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മള് ഓറഞ്ച് ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഓറഞ്ച് ഫാം. ബൊഗെയിൻവില്ല ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഫ്രണ്ട്സ്. ബൊഗെയിൻവില്ല പൂക്കളും. നമ്മള് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അതാണ് ഫ്രണ്ട്സ് ബൊഗെയിൻവില്ല. ഫുള്ള് ബൊഗെയിൻവില്ലയാണ് ഫ്രണ്ട്സ്. ഓറഞ്ച് ഫാമിൽ ഓറഞ്ച് ഗൈസ്. ചെന്ന് കഴിയുമ്പോൾ കേരളത്തിൽ ചെന്ന ഒരു ഫീലാണുണ്ട്. ഇവിടെ വാഴയുണ്ട്, എല്ലാ മരങ്ങളും ഉണ്ട്. പിന്നെ അതുകൂടാതെ നല്ല നാച്ചുറാലിറ്റിയാണ്. എല്ലാത്തിനും ചെടികളെല്ലാം ഇഷ്ടംപോലെ റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിലൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളമെല്ലാം ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് എല്ലാവിടും ചുറ്റി കണ്ടു. കുറേ കാണാനുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ പലതരത്തിലുള്ള ഓറഞ്ചുകളുണ്ട്. മരങ്ങൾ, ഓറഞ്ചിൻ്റെ ബബ്ലൂസ് നാരങ്ങ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടരുത് ഇട്. അത് കറക്കിയാൽ താഴെ വീഴും. ഇപ്പോൾ അവിടെ ആൾക്കാർ വരും. അങ്ങനെ നമ്മൾ നടന്നതിന് ശേഷം നമ്മൾ പോയത് അവിടെ ഒരു മ്യൂസിയം പോലെ ഒരു പ്ലേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും പണ്ടത്തെ നമ്മുടെ ആടിൻ്റെ കൊമ്പുകളും സ്കെലിറ്റൻസും. പിന്നെ അതുകൂടാതെ സൗദി അറേബ്യയുടെ പ്രാചീന സൗദി അറേബ്യയുടെ ഇത് വിളിച്ചറിയിക്കുന്ന ഒരു അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫാം നടത്തുന്ന ആൾക്ക് അവാർഡ് കിട്ടിയതിൻ്റെ കുറേ പിക്ചേഴ്സും പിന്നെ കുറേ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ പെട്ടികളും കുറേ ഓല വെച്ചുണ്ടാക്കിയ ചട്ടികളും ഇതെല്ലാം കാണാൻ കഴിയുന്നതാണ്. വാക്കത്തിയെല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് വീണ്ടും ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് പണ്ടത്തെ ഗ്യാസ് ലൈറ്റ്, നമ്മുടെ നാട്ടിലുള്ള ഗ്യാസ് ലൈറ്റുകളെല്ലാം ഉണ്ട്. വിളക്കുകൾ, വീഞ്ഞൊഴിക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. നല്ല അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഒരു ചെറിയ വാഴയിൽ കൊലയുണ്ടായി കിടക്കുന്നതാണ്. പിന്നെ ധാരാളം ഓറഞ്ച് മരങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇത്തവണ കുറച്ച് മഞ്ഞുമഴയെല്ലാം ചെയ്തുകൊണ്ട് ഓറഞ്ചെല്ലാം കുറേയെല്ലാം നശിച്ചു പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കാരണം കൊണ്ട് ഇങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ നടന്നു. അവിടെ വിസിറ്റേഴ്സിന് വേണ്ടി ഈന്തപ്പഴങ്ങളും കുറേ ചെയേഴ്സും ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് പ്ലേസസ് എല്ലാം ഉണ്ട്. ബേർഡ്സ് എല്ലാം ഉണ്ട്. ചെറിയ കോഴികളെല്ലാം ഉണ്ട്. ഒരു കോഴി ചെടിയെല്ലാം തട്ടി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാര്യം പ്രാവാടാ പ്രാവ്. പ്രാവടാ. ഇതെന്താ? മറ്റേ കിളി ആച്ചിന്റെ തലയുടെ മേലെ. ഞാൻ കണ്ടില്ല. All blend like a friendly hello from beyond. In the constant relief that the very things I believe in are all here when I awaken. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫുഡ് ഉണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപൊളി മന്തിയെല്ലാം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. അവിടെ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഓറഞ്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഓറഞ്ചും കാവയും ചായയെല്ലാം വെച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാം, കുടിക്കാം, എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാവരും ഓറഞ്ചെല്ലാം കഴിച്ച് ഈത്തപ്പഴമെല്ലാം കഴിച്ച് കാവയെല്ലാം കുടിച്ച് ചായയെല്ലാം കുടിച്ച് നമ്മൾ ഫാദറും കൂടിയേ വരാനുള്ളൂ, 3 ആളെ വരാനുള്ളൂ. അതിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു സാധനം അതാണ് മത്തങ്ങ. അത് നമ്മളവിടെ അവിടെ ആളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ അവരെ കണ്ടാൽ എനിക്ക് നാണാവും. അതുകൊണ്ടാണ് ഗസനൊക്കെ ഉണ്ടോ? ഈ സ്ഥലത്തൊരു സ്ഥലമുണ്ട്. ഇല്ല ഗൈസ് നമുക്ക്
ഞാൻ ഫോട്ടോയാ ഫോട്ടോ എടുക്കരുത് അങ്ങനെ ഇതാ ഫ്രണ്ട്സ്, നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോവാണ് ഫ്രണ്ട്സ്, തിരിച്ചു പോവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവർ ബൈ ബൈ. നിങ്ങളിതാ പോകുന്ന വഴിക്ക് നമ്മളൊരു ബർത്ത്ഡേ എല്ലാം വാങ്ങിച്ച് വാട്ടി കഴിച്ച് നട്ട്സ് എല്ലാം മേടിച്ച് കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓറഞ്ച് ഫാമെല്ലാം കണ്ട്